ഇന്നലെ RJ ബാലാജി കരയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമ ഇറങ്ങാത്തതിൻ്റെ ഒരു വിഷമം അതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ ചിത്രം ഇറങ്ങിയതിന് ശേഷം കരയേണ്ടത് നേരത്തെ കരഞ്ഞോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വന്നത്. ഈ കഥയും കഥാപാത്രങ്ങളും തീർത്തും സാങ്കല്പികം മാത്രം എന്നൊക്കെ എഴുതി വെക്കുമല്ലോ, അത് ശരിക്കും സത്യത്തിൽ ശരിയാട്ടോ. ഇന്ന് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ട് വരികയാണ്. ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടേ സെക്കൻഡ് ഹാഫ് ഇങ്ങോട്ട് ഭക്തിമയം നിറച്ചിട്ട് എങ്ങും ഭക്തി, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭക്തി 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 ഭക്തി. ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട് ആണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ്. കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീക്വൻസുകളിലൂടെയാണ് കഥ പോകുന്നത്. ഒരു പാവപ്പെട്ട കുടുംബം വക്കീലിനെ സമീപിക്കുന്നു. ആ വക്കീൽ എന്താ പറയുക, ആ കുടുംബത്തിന്റെ ദയനീയത മുതലാക്കുന്നതായിട്ടാണ് ചിത്രം തുടങ്ങുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ടിസ്റ്റായി പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ആൾദൈവം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഇത്തരത്തിലുള്ള ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന ഒരു കറുപ്പുസ്വാമി, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ കറുപ്പുസ്വാമിയായിട്ട് എത്തുന്നത് സൂര്യയാണ്. അപ്പോൾ ആ സ്വാമിയുടെ വിളയാട്ടാണ് ചിത്രത്തിലുടനീളം. റെഡ് കളറൊക്കെ അടിക്കുന്നതുകൊണ്ട് കാന്താര പോലെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കാനൊക്കെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം എന്താ പറയുക വിജയിച്ചു എന്നുള്ളത് സിനിമ കണ്ടവർക്കറിയാം. ഈ RJ ബാലാജി തന്നെയാണ് ചിത്രത്തിലെ വില്ലനായിട്ടും അഭിനയിച്ചു. എന്തായാലും സൂര്യയുടെ തിരിച്ചുവരവൊക്കെ ആഗ്രഹിച്ച പ്രേക്ഷകരിൽ ഒരാൾ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ സൂര്യയുടെ ഒരു തിരിച്ചുവരവൊന്നും ഉണ്ടായിരുന്നത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായില്ല. ചിത്രം എനിക്ക് അത്രയും വർക്കായില്ല. അല്ലെങ്കിലും ഈ ഓവർ പ്രതീക്ഷ നൽകുന്ന സിനിമകളൊന്നും ഇപ്പോൾ സമീപകാലത്തൊന്നും വിജയിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്കിഷ്ടമായി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഥയും കഥാപാത്രങ്ങളും തീർത്തും സാങ്കല്പികം എന്നുള്ള ആ ഒരു കണ്ടന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമ കാണുക, അത്രയേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് BGM ആണ്. BGM ഒക്കെ ഒന്നും കൂടെയൊക്കെ ഒരു ഡെവലപ്പ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നി പല ഘട്ടങ്ങളിലും. സായി അഭ്യങ്കറാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം വർക്കായി എന്ന് പ്രേക്ഷകർ പറയണം. എനിക്ക് വർക്കായില്ല എന്തോ. അത് ഇനി ഞാൻ കണ്ട തിയേറ്ററിലെ സൗണ്ട് എഫക്റ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ BGM എനിക്ക് വർക്കായില്ല. പക്ഷേ പല റിവ്യൂവേഴ്സും അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങിയവരും BGM അടിപൊളിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രയാന്നുള്ളത് എനിക്കെന്തായാലും വർക്കായിട്ടില്ല. എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ.